എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 18 and 19. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ആയിട്ട് ധാരാളം ഭക്തന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും ഒക്കെ പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളെയൊക്കെ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പൗലോസിന്റെ പ്രാർത്ഥനകളുടെ ചില പ്രത്യേകതകളും ആ പ്രാർത്ഥനയിലെ ചില വിഷയങ്ങളും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മളിപ്പോൾ വായിച്ച ഈ വേദഭാഗവും പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. എഫെസോസിലെ വിശ്വാസികളെ ഓർത്ത് പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മുഴുവൻ ഭാഗവും നമ്മൾ വായിച്ചില്ല. അതിൻ്റെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് വായിച്ചത്. ഞാനത് ഒന്നുകൂടെ വായിക്കാം. അതിൻ്റെ മുകളിലും വീണ്ടും ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നല്ല വായിച്ച വാക്യങ്ങളിൽ മാത്രം ചുരുക്കം ചില കാര്യങ്ങൾ നമ്മുടെ സമയത്തിൽ ഒന്ന് ഓർപ്പിക്കാം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എഫെസോസിലെ വിശ്വാസികള് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അറിയാനുള്ള കാര്യങ്ങൾ പൗലോസ് എഴുതി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പ്രസംഗിച്ച് കേൾപ്പിച്ചാൽ മതി, അവർക്കത് അറിയാൻ പറ്റും. പക്ഷെ ഇതങ്ങനെ പുറമെ കണ്ടോ കേട്ടോ അറിയേണ്ട കാര്യമല്ല. അതുകൊണ്ട് പൗലോസ് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം പറയുകയാണ്, ഇത് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പം പൗലോസ് പ്രസംഗിച്ച് കേൾപ്പിച്ചറിയുന്നതിലും അല്ലെങ്കിൽ പൗലോസ് എഴുതി കൊടുത്ത് വായിച്ചു മനസ്സിലാക്കി അറിയുന്നതിലും അപ്പുറത്ത് അവരറിയേണ്ട ചില പ്രത്യേക കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ അറിയാൻ പറ്റുന്നതെന്നും അതിൻ്റെ മുകളിൽ പറഞ്ഞാണ് ആ 3 വിഷയങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ 3 കാര്യങ്ങളാണ് ഞാനൊന്ന് എടുത്ത് പറയാൻ പോണത്. ഇതും ഇന്നതും എന്ന് ആവർത്തിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് 3 അറിയണമെങ്കിൽ എന്ത് വേണമെന്നാണ് അതിൻ്റെ ആദ്യം നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. പിന്നെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 3 കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് കിട്ടണം. ഹൃദയദൃഷ്ടിക്ക് പ്രകാശനം കിട്ടണം. അവിടെ ഹൃദയദൃഷ്ടി എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ അറിയാം, ഐസ് ഓഫ് യുവർ ഹാർട്ട്. ഹൃദയത്തിന്റെ കണ്ണു പ്രകാശിക്കണമെന്ന പൗലോസ് എഴുതി കൊടുത്തത് കണ്ടു മനസ്സിലാക്കാനാണെങ്കിൽ അവരുടെ പുറമേയുള്ള കണ്ണ് പ്രകാശിച്ചാൽ മതി. അല്ലെ പ്രസംഗിച്ച് കേൾപ്പിക്കുമ്പോൾ അത് മനസ്സിലാകാനാണെങ്കിൽ അവരുടെ പുറമേയുള്ള കാത് തുറന്നിരുന്നാൽ മതി. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്ന 3 കാര്യങ്ങളും എഫെസോസിലെ വിശ്വാസികൾ അറിയണമെങ്കിൽ അവരുടെ കാതും കണ്ണും പുറമേയുള്ളത് തുറന്നിരുന്നാൽ പോരാ. പിന്നെ ഏത് കണ്ണ് തുറന്നു കിട്ടണം? ഏത് കണ്ണിന് പ്രകാശനം കിട്ടണം? അവിടെ തന്നെ പ്രത്യേകം അത് എഴുതിയിരിക്കുകയാണ്, ദ ഐസ് ഓഫ് യുവർ ഹാർട്ട് ഷുഡ് ബി എൻലൈറ്റൻഡ്. ഹൃദയദൃഷ്ടി പ്രകാശിച്ച് കിട്ടുമ്പോഴാണ് ഇനി പറയുന്ന 3 കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്. അത് കേവലം എഫെസോസിലെ വിശ്വാസികൾ അറിയേണ്ട കാര്യം മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ അവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് അവിടെ കൊണ്ടൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ ആ വിഷയം ഇവിടെ എഴുതി തന്നിരിക്കുമ്പോൾ ഓരോ വിശ്വാസിയും അറിയേണ്ട 3 കാര്യങ്ങളാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാം. ദൈവജനത്തിൽ അത് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് കൊണ്ട് ദൈവജനം വായിച്ചുമൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിയുന്ന 3 കാര്യങ്ങളാണ്. ഞാനതൊന്നുകൂടി എടുത്തു പറയട്ടെ. ഇത് 3 അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നിരുന്നാൽ, ഹൃദയത്തിന്റെ കണ്ണിന് പ്രകാശനം കിട്ടിയാൽ മാത്രം അറിയാൻ കഴിയുന്ന 3 കാര്യങ്ങളാണ്. ഈ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നിരുന്നാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതാണ്? ലോകപ്രകാരമുള്ള കാര്യങ്ങളല്ല.
ആത്മീയമായ കാര്യങ്ങളാണ്. നമ്മുടെ വേദപുസ്തകത്തിന്റെ തുടക്കം മുതൽ വായിച്ചാൽ അറിയാം, ദൈവം ഇടപെടുന്നതും ദൈവം അംഗീകരിക്കുന്നതും ഹൃദയത്തിന്റെ നിലയെ മനസ്സിലാക്കിക്കൊണ്ടാണ്. രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്ന വാക്യം തന്നെ അങ്ങനെയാണല്ലോ. കേവലം വായ കൊണ്ട് ഏറ്റുപറയുകയല്ല, പിന്നെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ്. ആ ഹൃദയത്തിലെ വിശ്വാസം വായ കൊണ്ട് ഏറ്റുപറയുന്നു. ആ ഹൃദയത്തിലെ വിശ്വാസത്തിനാണ് അവിടെ പ്രാധാന്യം. അപ്പൊ അവിടെ തുറക്കപ്പെടേണ്ടത് ഏറ്റുപറയാനായിട്ട് നാവ് തുറക്കുകയോ അല്ലെങ്കിൽ വാ തുറക്കുകയോ ചെയ്യുന്നതല്ല അവിടുത്തെ പ്രാധാന്യം. ഉള്ളു തുറന്നു എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ കണ്ണ് തുറന്നു എന്നുള്ളതാണ്. അത് ആത്മീയമായ കാര്യങ്ങളെ കാണാൻ കഴിയുന്ന കണ്ണാണ് ഹൃദയത്തിന്റെ കണ്ണ്. ഒരാത്മീക കാഴ്ചപ്പാട്, ആത്മീയമായ പ്രകാശനം നമുക്ക് ലഭിക്കുമ്പോഴാണ് ഇനി പറയുന്ന 3 കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുപോലെ അറിയാൻ കഴിയുന്നത്. ഇനി അത് 3 എന്താണെന്നൊന്ന് പറഞ്ഞ് ആ 3 പൗലോസിന്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഓരോ ദൃഷ്ടാന്തത്തിലൂടെ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അറിയേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. അവിടെ അവന്റെ വിളിയാലുള്ള ആശ എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ആശയമുണ്ട്. അത് നമ്മൾ അറിയുന്നുവെന്നുള്ളൂ. അതാണ് അവിടുത്തെ ആശയം. അവിടെ ആശ, ടു വിച്ച് വി ആർ കോൾഡ്. നമ്മളെ എന്തിനു വേണ്ടി ദൈവം വിളിച്ചോ എന്നുള്ള കാര്യത്തിൽ ദൈവത്തിന് ഒരാശയമുണ്ട്. അത് നമ്മൾ അറിയണം. അതാണ് ഇവിടെ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. നമുക്കറിയാം, ദൈവവിളിയെ കുറിച്ച് ദൈവവചനത്തിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ വിളി എന്നും സ്വർഗീയ വിളി എന്നൊക്കെ പറയുന്നുണ്ട്. അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ പരമവിളി എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതുമാത്രമല്ല, എന്തിനാ വിളിച്ചിരിക്കുന്നത്? അവന്റെ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അശുദ്ധിക്കല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്, വിശുദ്ധിക്കായിട്ട് വിളിച്ചിരിക്കുന്നത്. സൽഗുണങ്ങളെ പോഷിപ്പാനാണ് വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ ദൈവം നമ്മെ വിളിച്ച് വിളിയുടെ പൊതുവായ ചില പ്രമാണങ്ങളും പൊതുവായ ചില തത്വങ്ങളും ദൈവജനത്തിലെ വാക്യങ്ങളിലൂടെ നമുക്ക് കാണാം. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ അങ്ങനെ പൊതുവായുള്ള ദൈവത്തിന്റെ ആശ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഓരോരുത്തരോടുള്ള ബന്ധത്തിലും ദൈവം നമ്മെ വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് നമ്മൾ അറിയണമെന്നാണ് ഇവിടെ പറയുന്നത്. അതറിയണമെങ്കിൽ എന്ത് വേണമെന്നാണ്? അതറിയണമെങ്കിൽ ആത്മീയമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതറിയണമെങ്കിൽ പുറമേയുള്ള കണ്ണ് തുറന്നിരുന്നത് കൊണ്ട് അറിയണമെന്നില്ല. ഉൾക്കണ്ണ് തുറക്കണം. എല്ലാറ്റെയും ആത്മീയമായ കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് കഴിയുമ്പോൾ അവിടെയാണ് എന്തിനാ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. സാധാരണ സുവിശേഷമൊക്കെ പറയുമ്പോൾ അല്ലെ പറഞ്ഞ് ഒക്കെ കേട്ട് ചില രക്ഷിക്കപ്പെട്ടൊക്കെ കഴിയുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കാം, എന്തിനാ രക്ഷിക്കപ്പെട്ടെ? പെട്ടെന്ന് മറുപടി പറയുന്നത് എന്തായിരിക്കും? പുതുതായിട്ടൊക്കെ സുവിശേഷം കേട്ട് ആദ്യമായിട്ട് ആ ഒരു അനുഭവം എന്ന് പറയാൻ സുവിശേഷമൊക്കെ കേൾക്കാനായിട്ടുള്ള ഇടയായി, ഇതൊക്കെ ശരിയാണെന്ന് മനസ്സിലായി, രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കാം, എന്തിനാ രക്ഷിക്കപ്പെട്ടെ? പെട്ടെന്ന് പറയുന്ന ഒറ്റ മറുപടി ഇതേ ഉള്ളൂ. എന്തായിരിക്കും? സ്വർഗത്തിൽ പോകാനായിട്ടാ, അല്ലേ? സ്വർഗത്തിൽ പോകാനായിട്ടാ. ശരിക്കും സ്വർഗത്തിൽ പോകാനായി അത് ദൈവം കൊണ്ടുപോകുന്ന കാര്യമാണ്. രക്ഷിക്കപ്പെട്ടവർ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാണ്. ദൈവം അത് ചെയ്തോളും. പക്ഷേ ആ രക്ഷിക്കപ്പെട്ടു അല്ലെ നമ്മെ രക്ഷയിലേക്ക് ദൈവം വിളിച്ചുകൊണ്ടാക്കി എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ചെല്ലുന്നത് പിന്നെ ഒരു 10-30 വർഷം കൂടെ ഇവിടെ ജീവിച്ച് കഴിഞ്ഞു. എന്നാൽ ഈ 30 വർഷത്തെ കാര്യത്തിൽ ദൈവത്തിന് നമ്മളെ കുറിച്ച് പ്രത്യേകിച്ച് പദ്ധതികളൊന്നും ഇല്ലേ? ദൈവത്തിന് പ്രത്യേകമായ ചില ആശയില്ലേ? ദൈവത്തിന് ചില പ്രത്യേകമായ ആഗ്രഹങ്ങളില്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ പറയട്ടെ, കേവലം സ്വർഗത്തിൽ പോകാൻ വേണ്ടി രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതല്ല. രക്ഷിക്കപ്പെടുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകാം, അത് ശരിയാണ്. പക്ഷേ ദൈവം രക്ഷയിലേക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലം നമ്മെ കൊണ്ട് ദൈവത്തിന് ചില ആഗ്രഹങ്ങളുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു സന്ദേശം കേട്ടത്. ആ വാക്യം ഇതായിരുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ആ വാക്യം പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അടുത്ത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കുക.
വിളിക്കപ്പെട്ടവര് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ അറിയാം. ആ നിർണയപ്രകാരം എന്നുള്ളതിന് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവർ. അതാണ് അവിടുത്തെ ആശയം. അപ്പൊ ദൈവം എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്? ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തമാണ്. പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം, മറ്റുള്ളവരെ വിളിച്ച ഉദ്ദേശമല്ല പൗലോസിനെ കുറിച്ച് വിളിച്ചതിനെ കുറിച്ച് ദൈവത്തിനുള്ളത്. സ്വർഗത്തിൽ പോകുക എന്നുള്ളത് എല്ലാവരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്, രക്ഷിക്കപ്പെട്ട എല്ലാവരെയും. എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ദൈവത്തിന് വ്യത്യസ്തങ്ങളായ ആശയം, വ്യത്യസ്തങ്ങളായ പർപ്പസ, വ്യത്യസ്തങ്ങളായ നിർണയങ്ങൾ ഉള്ളത്. അത് നമ്മളെ കൊണ്ട് സാധിക്കണമെങ്കിൽ അതെന്താണെന്ന് ഞാൻ അറിയണം. സുവിശേഷത്തിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട അപ്പോസ്തലൻ പൗലോസിന് ബോധ്യം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ തന്നെ വിളിച്ചത്? സുവിശേഷത്തിന് വേണ്ടി. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ പൗലോസിനെ ബർന്നബാസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് ഇവരെ വേർതിരിപ്പോഴും. അപ്പൊ അവരെ വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഒരു വേലയ്ക്കായിട്ട് അവരെ വേർതിരിക്കണം എന്നുള്ള ഉദ്ദേശം. അപ്പൊ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. അത് കേവലം പൗലോസ് മാത്രമല്ല, അത് കേവലം ബർന്നബാസ് മാത്രമല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവം ഇതിലും ദൈവത്തിന്റെ പ്രത്യേകമായ നിർണയത്തിനായി വിളിക്കപ്പെട്ടവർ, പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. കഴിഞ്ഞ ദിവസം ഫിലിപ്പ് ലേഖനത്തിലെ ക്ലാസ്സുകൾ എടുത്തപ്പോൾ അത് അല്പം വിശദീകരിച്ചു വന്നു. അതുകൊണ്ട് ഞാൻ ആശയം ഒന്ന് പറയുന്നേ ഉള്ളൂ. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചു. പൗലോസിന്റെ കാരാഗ്രഹവാസത്തിന്റെ നടുവിൽ കിടന്നുകൊണ്ട് ആ ഫിലിപ്പ് ലേഖനം എഴുതുന്നതാണ്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി നഷ്ടമെന്ന് എണ്ണി, അത് ചവറെന്നെണ്ണി എന്നെല്ലാം പറഞ്ഞിട്ട് പൗലോസ് പറയാം, ഞാൻ തികഞ്ഞവനായെന്ന് പറയുന്നില്ല, ഇതുവരെ തികഞ്ഞിട്ടില്ല. ഇനിയും എനിക്ക് ആഗ്രഹം കിടക്കുക. എന്താ എന്റെ ആഗ്രഹം? ഇനിയും എനിക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം, പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. പക്ഷെ നിങ്ങളോട് ബന്ധപ്പെട്ട് അത്രയും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ലഭിച്ച പരിജ്ഞാനത്തിനനുസരിച്ച് നടന്നാൽ മതി എന്ന പൗലോസ് അവിടെ പറയുന്നുണ്ട്. ലഭിച്ച പരിജ്ഞാനത്തിനനുസരിച്ച് നടക്കുക. അതെന്താണെന്ന് അതിന്റെ മുമ്പ് പൗലോസ് പറഞ്ഞു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും അതിന്റെ ശ്രേഷ്ഠതയും ലഭിച്ചാൽ എല്ലാറ്റെയും ലോകത്തിലുള്ളതിനെ ചവറെന്നെണ്ണാൻ കഴിയും. ആ പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ചവറെന്നെണ്ണി നിങ്ങൾ ജീവിക്കുക. എന്നാൽ എന്നോടുള്ള ബന്ധത്തിൽ അത് പോരാ, ഞാൻ തികഞ്ഞിട്ടില്ല. ആ തികവിലേക്ക് ഞാൻ പോകുകയാണ്. എന്താ ആ തികവ്? അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഇതുവരെ അനുഭവിച്ചത് പോരാ, ജയിലിൽ കിടന്നത് പോരാ, അടികൊണ്ടത് പോരാ, ഇനിയും എനിക്കത് അനുഭവിച്ചറിയണം. അതെന്താണെന്ന് ഞാൻ അന്ന് വിശദീകരിച്ചു. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയട്ടെ. പൗലോസ് പറയുന്നത്, ആ തികവിൽ ഞാൻ എത്തിയെന്ന് പറയാൻ കഴിയണമെങ്കിൽ അവന് വേണ്ടി എനിക്ക് മരിക്കാൻ കഴിയണം, രക്തസാക്ഷിയായിട്ട് മരിക്കാൻ കഴിയണം. അപ്പോഴാണ് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. അതോട് ചേർത്താ പറയുന്നത്, പുനരുത്ഥാനത്തിന്റെ ശക്തിയും അനുഭവിച്ചറിയേണ്ടതിന്. മരണത്തിനപ്പുറത്താണല്ലോ പുനരുത്ഥാനം. അപ്പൊ അവിടെ പൗലോസ് പറയുന്നത്, കർത്താവിന് വേണ്ടി മരിക്കണമെന്നുള്ളത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി. അത് പറയുന്നിടത്താണ് പൗലോസ് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, ഞാൻ തികഞ്ഞിട്ടില്ല, ഞാൻ അങ്ങോട്ട് ഓടുന്നേ ഉള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോകാം. എന്നാൽ നമുക്കറിയാം, ഞാൻ തികഞ്ഞവനായില്ലെന്നും ഇനിയും മുമ്പോട്ടെന്റെ ലക്ഷ്യം കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ പൗലോസ് തന്റെ ജീവിതം അവസാനിക്കാറായപ്പോൾ അതേക്കുറിച്ചൊരു ബോധ്യം ലഭിച്ചപ്പോൾ തിമോത്തിയോസ് എഴുതിയ 2-ാമത്തെ ലേഖനം ഒടുവിലത്തെ കത്താണ്. ശേഷം താൻ കർത്താവിന് വേണ്ടി മരിക്കാൻ പോകുകയാണ്. അവിടെ താൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, തികഞ്ഞു, ഓട്ടം തികച്ചു. എവിടെ പറഞ്ഞെന്നറിയാമോ? അടുത്ത കർത്താവിന് വേണ്ടി മരിക്കാൻ പോകുകയാണ്. അപ്പൊ അതാണ് തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയുടെ ലക്ഷ്യം. അത് പൗലോസിന് അറിയാമായിരുന്നു. എന്നാൽ ഫിലിപ്പിയിലെ വിശ്വാസികളോടോ എഫെസോസിലെ വിശ്വാസികളോടോ പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് അത് ദൈവത്തിന് ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ ഓരോരുത്തരെ കുറിച്ചും വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങൾ ദൈവത്തിനുണ്ട്. നമ്മള് വെള്ളിയാഴ്ച കേട്ട ആ വാക്യത്തെ ഞാൻ ഒന്നോടൊന്ന് എടുത്തു പറയട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്
സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അപ്പൊ അവിടെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നത്. ഒരു ദൈവവൈതലിനോടുള്ള ബന്ധത്തിൽ, ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ, ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അവിടെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു, അല്ലെ നല്ലതിനാക്കി തീർക്കുന്നു എന്ന ഇംഗ്ലീഷ് നമ്മൾ വായിച്ചാൽ നല്ലതിനാക്കി തീർക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവം നല്ലതിനായി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ നല്ലത് എന്താ, അവിടുത്തെ ആ നന്മ എന്താ? തന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും സകലതും നന്മയ്ക്കായി നല്ലതിനായി തീർക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം ഇവിടുത്തെ നന്മ? ഞാന് ചില ദേവദാസന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു സന്ദർഭങ്ങളിൽ ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരനായ സഹോദരന് പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പൊ അവർക്കൊരു വീടൊന്നും ഇല്ലായിരുന്നു. വാടക വീട്ടിലൊക്കെ താമസിക്കുക, വളരെ ബുദ്ധിമുട്ടിയൊക്കെ താമസിക്കുക. അതിലിരുന്നപ്പോഴാണ് ആ ചെറുപ്പക്കാരനായ സുവിശേഷകൻ മരിച്ചു. പക്ഷെ ആ മരണത്തോട് ബന്ധപ്പെട്ട് അനേക ദൈവമക്കള് ഈ കാര്യങ്ങൾ അറിഞ്ഞ് ശേഷിക്കുന്ന ആ കുടുംബത്തിനു വേണ്ടി നല്ല സാമ്പത്തിക സഹായം ചെയ്തു. ആ ലഭിച്ച സാമ്പത്തിക സഹായം കൊണ്ട് അവർക്കൊരല്പം വീട് വാങ്ങിക്കാൻ പറ്റി, ഒരു സ്ഥലം വാങ്ങിക്കാൻ പറ്റി, വീട് വെക്കാൻ പറ്റി, അങ്ങനെ പല ക്രമീകരണങ്ങളും ചെയ്യാൻ പറ്റി. അതേക്കുറിച്ച് പിന്നീട് ചില ദിവസങ്ങൾ കഴിഞ്ഞ് ചില ദൈവദാസന്മാർ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഒരാൾ പറയാം, ഏതായാലും ആ സഹോദരൻ മരിച്ചതും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. അപ്പം ഞാനെടുത്ത് ചോദിച്ചു, എന്താ അവിടെ ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചത്? സഹോദരൻ മരിച്ച അതിന്റെ വിഷമമൊക്കെ അവർക്കുണ്ടെങ്കിലും അവർക്കിപ്പോ ഒരു വീട് കിട്ടിയില്ലേ, അവർക്ക് അല്പം സ്ഥലമൊക്കെ കിട്ടിയില്ലേ? അങ്ങനെ ദൈവം അത് ഏത് ഭർത്താവിനെ അല്ലെങ്കിൽ അപ്പനെ മരണത്തിന് വേണ്ടി വിട്ടത് ഒരു വീടും സ്ഥലവും കൊടുത്ത് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. ഇതാണോ അവിടുത്തെ നന്മ? അത് നന്മയായി കാണുന്നത് ഈ കണ്ണു തുറന്നു നോക്കുമ്പോൾ. എന്നാൽ ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അതല്ല അവിടുത്തെ നന്മ. പിന്നെ എന്തായിരിക്കും അവിടുത്തെ നന്മ? അവിടുത്തെ നന്മ എന്ന് പറയുന്നത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെന്നുള്ളതുണ്ട്. എന്തിനു വേണ്ടിയാണോ ഈ കുടുംബത്തെ ദൈവം വിളിച്ചത്, ആ കാര്യം അവിടെ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവം വിളിച്ചപ്പോൾ ഒരു പക്ഷേ ഈ കുടുംബത്തെ കുറിച്ച് ഞാനത് ഇങ്ങനെ അങ്ങ് പറയാം, എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ പറയാം. ഈ കുടുംബത്തെ കുറിച്ച്, ഈ സഹോദരിയെ കുറിച്ച് ഇനിയും ചില ശുശ്രൂഷകൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ദുഃഖത്തിൽ ഇരിക്കുന്നവർക്ക് ആത്മീക ധൈര്യവും ആത്മീകമായ ആ പ്രത്യാശയും ഒക്കെ കൊടുക്കത്തക്ക നിലയിൽ, അവരെ ആശ്വസിപ്പിക്കത്തക്ക നിലയിൽ ഇവരെ ധൈര്യപ്പെടുത്തി മുമ്പോട്ട് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഇവളെ ഉപയോഗിക്കുക എന്നുള്ള ഒരു നിർണയം ഇവളെ വിളിച്ചതിൽ ദൈവത്തിനുണ്ടെങ്കിൽ, അതിവരിലൂടെ സാധിക്കുന്നുണ്ടെങ്കിൽ, വീട് കിട്ടിയില്ലെങ്കിലും അവിടെ സ്ഥലം കിട്ടിയില്ലെങ്കിലും ഈ കഷ്ടത അവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പൊ അവിടുത്തെ നന്മ എന്താ? അവിടുത്തെ നന്മ എന്ന് പറയുന്നത് കേവലം പുറമേയുള്ള കണ്ണു തുറന്ന് കാണുമ്പോൾ കാണുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളല്ല. അതിനപ്പുറത്ത് എന്നെ വിളിച്ച വിളിക്കകത്ത് ദൈവത്തിന്റെ ഉദ്ദേശം എന്തോ അത് സാധിക്കുന്നുണ്ടോ? എന്നെ ചില പ്രതിസന്ധികളിലൂടെ കടത്തിവിട്ടതുകൊണ്ട്, എന്നെ ചില നഷ്ടങ്ങളിലൂടെ കടത്തിവിട്ടതുകൊണ്ട് എന്നെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ച ആ പർപ്പസ് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ നന്മ. അതാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്നുള്ളത് കൊണ്ട് പ്രത്യേകം ഉദ്ദേശിക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തോട് ബന്ധപ്പെടുന്ന നമുക്കറിയാം. പൗലോസ് ജയിലിൽ കിടക്കേണ്ടി വന്നതിനോട് ബന്ധപ്പെട്ടൊക്കെ അത് അങ്ങനെ തന്നെ സാധിച്ചതായിട്ട് നമുക്കറിയാം. പൗലോസ് ജയിലിൽ കിടന്നതുകൊണ്ട് പൗലോസിനെ സുവിശേഷത്തിനായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ച് നല്ല ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് ജയിലിൽ കിടന്നതുകൊണ്ടും പ്രയോജനമുണ്ടായി. കാരാഗൃഹ പ്രമാണി കുടുംബം രക്ഷിക്കപ്പെടാനിടയായി. വേറെ എത്രയോ ആളുകൾ സുവിശേഷം കേൾക്കാനിടയായി. അന്ന് പൗലോസ് അവിടെ ജയിലിൽ കിടന്നതുകൊണ്ട് ഇന്നും പൗലോസിലൂടെ എഴുതി തന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസംഗത്തിലൂടെ എത്രയോ ആയിരങ്ങൾ കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് ആ ജയിലിൽ കിടന്നതുകൊണ്ട് ആ ജയിൽ മാസത്തിലല്ലേ പല ലേഖനങ്ങളും എഴുതിയത്.
ആ ലേഖനങ്ങളിലൂടെയല്ലേ ഇന്നും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവം തന്നെ വിളിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തോ അത് അറിഞ്ഞ് സാധിക്കുക. എന്താ പൗലോസ് ഇവിടെ എഫെസോസിലെ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്? വിളിയാനുള്ള ആശ എന്നതെന്ന് അറിയണം. എന്നെ ദൈവം വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്താ, ഞാൻ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന, ഏതൊക്കെ ശുശ്രൂഷകൾ ചെയ്യണമെന്ന എന്നെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് അതറിയണം, അതറിഞ്ഞ് ജീവിക്കണം. അവിടെയാണ് ദൈവത്തിന്റെ വിളിയുടെ ലക്ഷ്യം സാധിക്കുന്നത്. അതറിയണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ വായിക്കുന്നത് അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. അറിയേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണം. അതെന്താ അതിന്റെ അർത്ഥം? അവിടെയാ അവകാശത്തിന്റെ മഹിമാധനം എന്നൊക്കെ ഉള്ളത് ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ആ ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസിന് ഒരു വിശേഷണം കൂടെ കൊടുത്തിട്ടുണ്ട്, ഓൾ ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരിൽ ദൈവത്തിന് അവകാശമുണ്ടെന്ന് നിങ്ങൾ അറിയണം. ദൈവത്തിൽ നമുക്ക് അവകാശമുണ്ട് അല്ലെ? നമ്മളെ കുറിച്ച് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ നാം കൂട്ടവകാശികളാണ്. ദൈവത്തിൽ നമുക്കുള്ള അവകാശങ്ങളാണ്. ഒന്ന്, സ്വർഗം നമുക്ക് അവകാശപ്പെട്ടതാണ്. സകല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് അവകാശപ്പെട്ടതാണ്. നിത്യജീവൻ നമുക്ക് അവകാശപ്പെട്ടതാണ്. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ കൂട്ടവകാശികളാണ്. ഇതൊക്കെ ക്രിസ്തുവിൽ നമുക്കുള്ള അവകാശങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നമുക്കുള്ള അവകാശങ്ങൾ. അത് നമുക്കറിയാം. കർത്താവിനെ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിൽ, ക്രിസ്തുവിൽ നമുക്ക് ഒത്തിരി അവകാശങ്ങളുണ്ട്. ആത്മീയമായ എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. ഭാവിയിൽ നമുക്ക് സ്വർഗം കിട്ടും. ഇത് നമുക്കറിയാം. പക്ഷെ അതറിയണമെന്നല്ല ഇവിടെ പ്രാർത്ഥിച്ചത്. പിന്നെന്താ? നമ്മിൽ ദൈവത്തിന് അവകാശമുണ്ടെന്ന് നമ്മൾ അറിയണം. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്. അപ്പൊ നമ്മിൽ ക്രിസ്തുവിന് അവകാശമുണ്ട്. നമ്മിൽ ക്രിസ്തുവിന് അവകാശമുണ്ടെന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ഞാൻ അതിന്റെ പ്രാക്ടിക്കൽ വശം മാത്രം ലളിതമായിട്ട് പറയാം. നമ്മിൽ ക്രിസ്തുവിന് അവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയുണ്ടോ അതിന്റെ മേൽ ക്രിസ്തുവിന് അവകാശമുണ്ട്. നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്കൊരു ശരീരമുണ്ട്, അതിന്റെ അവകാശി ആരാണ്? അതിന്റെ അവകാശി വേറെയാണ്. നമുക്കൊരു വീടുണ്ട്, അതിന്റെ അവകാശി ആരാണ്? അവകാശി വേറെയാണ്. നമുക്ക് വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്, ജോലി തന്നിട്ടുണ്ട്, അതിന്റെ ഗുണഭോക്താവ് ആരാണ്? അതിന് അവകാശി വേറെയുണ്ട്. ആ അവകാശിയുടെ കാര്യം സാധിക്കണം. അവകാശിക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടണം. പിന്നെ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്നതൊക്കെയോ, ഇതൊക്കെ നമ്മൾ പറയും ഇത് എന്റെയാണ്, പക്ഷേ നമ്മുടെ അല്ല. ഇതിന്റെ എല്ലാം അവകാശി വേറെയാണ്. നമ്മിൽ ദൈവത്തിന് അവകാശമുണ്ട്. ആ അവകാശത്തെ കുറിച്ച് പറയുന്ന വിശേഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ്. അതിന് ഓൾ ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ആ അവകാശം മഹത്വമുള്ള അവകാശമാ. ആ അവകാശം വിലയേറിയ അവകാശമാ. എന്തുകൊണ്ടാ? എന്നിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാന് ശരീരം കൊണ്ടും അല്ലാതെ ജീവിച്ചിരുന്നാലും മരിച്ചാലും ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടണമെന്ന് എനിക്കുള്ളൂ എന്ന് പറയും. എനിക്കൊരു ജീവിതം തന്നാൽ അത് എന്റെ അല്ല, അവന്റെ അവകാശപ്പെട്ടതാ. അവന്റെ നാമം മഹത്വപ്പെടണം. എനിക്ക് മരണമാണെങ്കിൽ അതിന്റെ അവകാശം കർത്താവിനുള്ളതാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ അനുഭവിക്കുന്നതൊക്കെ ആരുടെയാണ്? നമ്മൾ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ദൈവം തന്നതല്ലാതെ ഒന്നും നമുക്കില്ല. ഞങ്ങള് ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് പത്തനംതിട്ട ഭാഗത്തൊക്കെ നമ്മുടെ ചെറിയാൻ സാറ് സ്ഥിരമായിട്ട് പ്രസംഗിക്കാൻ വരുമായിരുന്നു. എം പി ചെറിയാൻ സാറ് വളരെ തമാശയൊക്കെ പറയാൻ, ആത്മീയമായ പല നല്ല പാഠങ്ങളൊക്കെ പറയുന്ന നല്ല പ്രസംഗങ്ങളാണ്. ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പൊ പലപ്പോഴും ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുള്ള ചില ദൃഷ്ടാന്തങ്ങളിലൊന്ന്, അദ്ദേഹം ഒരു വിദേശയാത്ര പോയി ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് അവിടുന്ന് ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നു. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് കുറേ ദൂരം കിലോമീറ്ററുകൾ ഇങ്ങനെ പോകേണ്ടി വന്നപ്പോൾ എവിടെയോ ഒരിടത്ത് ഭക്ഷണത്തിനായിട്ട് വിശ്രമത്തിനായിട്ടൊക്കെ
ബസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അദ്ദേഹം എല്ലാവരും ഇറങ്ങി കൂടെ അദ്ദേഹവും അവിടെ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോയി, ബാത്റൂമിലൊക്കെ പോയി. പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും അദ്ദേഹത്തിന്റെ ബസ് അവിടുന്ന് വിട്ടുപോയി. ബാക്കി എല്ലാവരും ഒക്കെ ബസ്സിൽ കയറി, ബസ് പോയി. അദ്ദേഹത്തിന് ആ ബസ് ലഭിച്ചില്ല. ഉടനെ അദ്ദേഹം അവിടെ കിടന്ന് ഉറക്കെ വിളിച്ചവർ, എന്റെ ബസ് പോയി, എന്റെ ബസ് പോയി. അദ്ദേഹം പിന്നീട് അതേക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ അദ്ദേഹം വിളിച്ചു പെട്ടെന്ന് പറഞ്ഞ വാചകം എന്താണെന്നറിയാം? എന്റെ ബസ് പോയെന്ന്. ഇതേക്കുറിച്ച് അദ്ദേഹം പിന്നീട് പ്രസംഗിച്ചപ്പോൾ, നാളുകൾ കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിൽ പറഞ്ഞതാ, എന്തോ കൊണ്ടത്തരോ ഞാൻ അന്നാ പറഞ്ഞത്, എന്റെയാണോ ബസ്? അതിന്റെ അവകാശം വേറെയാണ്, അത് വേറെ ആരാണ്ടറിയാം. പക്ഷെ ആ ബസ് പോയപ്പോഴേ എന്റെ വായി വന്നതെന്താ, എന്റെ മനസ്സിൽ വന്നതെന്താ? എന്റെ ബസ് പോയിന്നാണ്. അപ്പൊ അത് എന്റെയാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ എന്റെ എന്ന് പറഞ്ഞത്? എന്റെ എന്ന് പറഞ്ഞത് ഞാൻ എവിടം വരെ ചെല്ലാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ അവിടം വരെ എന്റെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാരുടെയാണ്. അത്രയേ ഉള്ളൂ എനിക്കതിനകത്തുള്ള അവകാശം. അല്ലാതെ ആ ബസിന്റെ മേൽ എനിക്ക് ഒരു അവകാശവും ഇല്ല. ഞാൻ കാശ് കൊടുത്തിട്ട് ടിക്കറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ടിക്കറ്റ് എവിടം മുതൽ എവിടം വരെ ഉള്ളതാണോ ആ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നിടം വരെ വേണം എന്റെ ബസ് എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മേൽ എനിക്കൊരു അവകാശവുമില്ല. അതിന്റെ ഓർഡർ വേറെയുണ്ട്, അതിന്റെ അവകാശം വേറെയുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങൾ. ഒരു ശരീരം എനിക്ക് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഇതെന്റെയാണോ? ഇതിന് അവകാശം വേറെയാ. ഞാൻ എവിടം വരെ ചെല്ലാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എത്ര നാൾ ഇവിടെ ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ടോ അവിടം വരെ വേണമെങ്കിൽ എന്റെ എന്ന് പറയാം. പക്ഷെ അത് കഴിഞ്ഞും ഇതിന് അവകാശമുള്ള ആൾ വേറെ ഉണ്ട്. ആ അവകാശി ഈ ശരീരത്തിന്റെ മേൽ, നമുക്ക് തന്നിട്ടുള്ള വീടുകളുടെ മേൽ, നമുക്ക് തന്നിട്ടുള്ള സമ്പത്തിന്റെ മേൽ, നമുക്ക് തന്നിട്ടുള്ള ജോലിയുടെ മേൽ, നമുക്ക് തന്നിട്ടുള്ള കുടുംബത്തിന്റെ മേൽ, ഇതൊക്കെ നമ്മൾ പറയും എന്തിന്, ഞങ്ങളുടെ ആണോ? ഈ ബസ് പോലേ ഉള്ളൂ. ഇതൊന്നും എന്റേതെന്ന് പറയാൻ സ്ഥിരമായിട്ട് നമുക്ക് അവകാശമില്ല. എന്നാൽ ഇവിടെ പറയാം, വിശുദ്ധന്മാരിൽ ദൈവത്തിന്റെ അവകാശം, ക്രിസ്തുവിന്റെ അവകാശം. എന്റെ ശരീരത്തിന്റെ മേൽ എനിക്ക് എന്റെ എന്ന് പറയാവുന്ന ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞാലും യഥാർത്ഥ അവകാശി വേറെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ച് ആശയത്തെയും ഞാനവിടെ നിർത്തുക. മൂന്നാമത്തേതൂടെ വേഗം പറയാം. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണം. അപ്പൊ നമ്മൾ അറിയേണ്ട രണ്ടാമത്തെ കാര്യം, അവിടെ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, ദൈവം എന്നെ വിളിച്ച് ജീവിക്കാൻ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് ഓരോരുത്തരും അറിയണം. രണ്ട്, ദൈവത്തിന് എന്റെ മേൽ അവകാശമുണ്ട്. ആ അവകാശം ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് ആണ്. ആ അവകാശം വിലയേറിയതാണ്, പ്രഷ്യസ്. അത് നാം അറിയണം. അതറിയുമ്പോഴാണ് ഇത് തൽക്കാലത്തേക്കുള്ള ജീവിതമാണ്, തൽക്കാലത്തേക്കുള്ള ശരീരമാണ്, ഇതിന്റെ യഥാർത്ഥ അവകാശി വേറെയാണ്. ആ അവകാശിക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം, ആ അവകാശിക്ക് ഇതുകൊണ്ട് മഹത്വം കിട്ടണം. ആ ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ അറിവ് നമുക്കുണ്ടാകണം. ഇനി മൂന്നാമത്തത് നമ്മൾ അറിയേണ്ട കാര്യം, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. അറിയേണ്ട മൂന്നാമത്തെ കാര്യം എന്താണ്? അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മിൽ വ്യാപരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയണം. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവിടെ അളവ് പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവ് അവിടെ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ഏത് ശക്തിയും അളക്കാനായിട്ട് ഇവിടെ മാനദണ്ഡങ്ങളുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അളവുപോലുണ്ട്. സാധാരണ വലിയ ശക്തിയൊക്കെ അളക്കുന്നത് ഇത്ര ഹോഴ്സ് പവർ അല്ലെ, വലിയ മെഷീൻസ് ഒക്കെ എൻജിൻസ് ഒക്കെ പ്രവർത്തിക്കുന്നതിന് ഇത്ര കുതിരശക്തി. ഇവിടെ പറയാം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എത്ര ഹോഴ്സ് പവറാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവ് എന്തുമാത്രമാണ്? അളക്കാൻ പറ്റത്തില്ലെന്ന്. അളവറ്റ വലിപ്പം. എന്നിട്ട് അവിടെ പറയുന്ന പ്രയോഗം ശ്രദ്ധിക്കണം, ഈ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണം. അതെങ്ങനെ അറിയാൻ പറ്റുന്നേ? അളന്നാ പിന്നെ അറിയാം ഇത് എത്ര ഹോഴ്സ് പവർ ഉണ്ടെന്ന്. പക്ഷെ ഇത് അളക്കാൻ പറ്റാത്ത, അതിനുള്ള ഉപകരണങ്ങളൊന്നുമില്ലാത്ത അളവറ്റ വലിപ്പം ഇത് പിന്നെ എങ്ങനെ അറിയും? അതിനാ പറഞ്ഞത്
അതിന് ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ഞാൻ അതിനൊരു ഉദാഹരണം മാത്രം പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. നമുക്കെല്ലാം അറിയാം പൗലോസിന്റെ വാക്കുകൾ. കൊരിന്ത്യർ ലേഖനത്തിന് ഒടുവിലായിട്ട് പൗലോസ് പറയുന്നുണ്ട്, തനിക്കൊരു ബലഹീനത നേരിട്ട സന്ദർഭം, തന്റെ രോഗം. ആ രോഗത്തെ കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെങ്കിലും മാറ്റിക്കൊടുത്തില്ല, അത് അവിടെ ദൈവം അനുവദിച്ചു കൊടുത്തു. പക്ഷേ ദൈവം കൊടുത്ത മറുപടിയിൽ കാണുന്ന 2 വാക്കുകളുണ്ട്: എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ വാക്കാണ് നമ്മുടെ ശ്രദ്ധേയം. എന്റെ ശക്തി നിന്റെ ബലഹീനതയിലുണ്ട്. നിന്റെ ബലഹീനതയിൽ ഒരളവോളം സഹായിക്കാൻ എന്റെ ശക്തി കുറച്ച് ഞാൻ നിനക്ക് തരാം, ബാക്കി നീ സഹിച്ചോണം എന്നല്ല പറയുന്നത്. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് പൗലോസ് അടുത്ത് പറയുന്നത് എന്നാണെന്നറിയാമോ? ഈ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഈ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്നിൽ വ്യാപരിക്കേണ്ടതിനു വേണ്ടി ഞാൻ എന്റെ ബലഹീനതയിൽ എന്ത് ചെയ്യുക? അതിസന്തോഷത്തോടെ പ്രശംസിക്കുക. അവിടെ സന്തോഷിക്കുക എന്ന് മാത്രമല്ല, അതിസന്തോഷത്തോടെ പ്രശംസിക്കുകയും ചെയ്യാം. എന്തിൽ? ബലഹീനതയിൽ. എന്തുകൊണ്ട്? എനിക്കൊരു കാര്യം അറിയാം, എനിക്കൊരു ബലഹീനത ഉണ്ടായാൽ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്നിൽ വ്യാപരിക്കുമെന്നുള്ളത് എനിക്കറിയാം. ഇതറിയണമെന്നാണ് എഫെസോസിലെ വിശ്വാസികളോടും പൗലോസ് പറയുന്നത്. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് ശക്തി തരുമെന്ന് മാത്രമല്ല, ആ ശക്തിയുടെ അളവറ്റ വലിപ്പമാണ് നമ്മിൽ വ്യാപരിപ്പിക്കുന്നത്. അത് നമുക്കറിയാൻ കഴിയണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആ 3 ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശ്വാസികൾ അറിയേണ്ട 3 കാര്യങ്ങൾ. 1, നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. കേവലം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ എന്നുള്ളതല്ല, അത് കർത്താവിന്റെ വരവിന് ശേഷം അല്ലെ മരണത്തിന് ശേഷം. എന്നാൽ ദൈവം വിളിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ പിന്നെ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളെ കൊണ്ട് സാധിക്കേണ്ട ചില ആഗ്രഹങ്ങൾ ദൈവത്തിന് ഉണ്ട്. അത് നമ്മൾ അറിയണം. 2, നമ്മിൽ ദൈവത്തിന് അവകാശമുണ്ടെന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് നമ്മൾ അനുഭവിക്കുമ്പോഴും അതിന്റെ യഥാർത്ഥ അവകാശി നമ്മളല്ല, വേറൊരു അവകാശിയുണ്ട്, അത് ദൈവമാണ്. അത് നമ്മൾ അറിയണം. 3, നമ്മുടെ ബലഹീനതകളിൽ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ദൈവം നമ്മിൽ വ്യാപരിപ്പിക്കുമെന്ന് നമ്മൾ അറിയണം. ഇതറിയണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഒരു കണ്ണ് തുറന്ന്, ആത്മീയ കണ്ണ് തുറന്ന് ഈ കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം. അത് ആ നിലയിൽ തന്നെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടും.